ഓമന ജെ.ഡി. തോട്ടാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓമന. 1972 ഏപ്രിൽ 28 ഈ ചിത്രം പ്രദർശനം ആരംഭിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം പാറപ്പുറത്ത്, ഗാനരചന വയലാർ, സംഗീതം ജി. ദേവരാജൻ, ഗായകർ യേശുദാസ്, സി.ഒ. ആൻഡോ, പി. മാധുരി. പ്രധാന വേഷങ്ങൾ ചെയ്തവർ നസീർ, ഭാസി, ശങ്കരാടി, ബഹദൂർ, ഷീല, വിജയശ്രീ, വിജയ നിർമ്മല, റാണി ചന്ദ്ര, ആലമ്മൂടൻ, ഫിലോമിന, ബേബി ശാന്തി, ഖദീജ. ക്യാമറ എ.എസ്. മണി. ചുമ്മാരെ കൊച്ചുകോശി കാലങ്ങൾക്ക് മുമ്പ് ഏതോ എസ്റ്റേറ്റിൽ സൂപ്രണ്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാമത്തിലെ പ്രധാന വാർത്താകേന്ദ്രം കുറുപ്പിൻ്റെ ചായക്കടയാണ്. അവിടുത്തെ നിത്യ സന്ദർശകനായിട്ട് മാത്രമേ ആളുകൾക്ക് അയാളെ അറിയൂ. മകളായ ടീച്ചർ ഓമനയുടെ ശമ്പളം, പട്ടാളക്കാരനായ മകൻ ബാബു അയക്കുന്ന പണം, ഇതെല്ലാം തന്നിഷ്ടത്തിന് ചിലവാക്കി പ്രമാണി കളിച്ച് നടക്കുകയാണ് അയാൾ. ഓമന ടീച്ചർ ജോലി നേടിയത് തന്നെ നാത്തൂൻ്റെ സ്ത്രീധന പണമായ 2000 രൂപ ചിട്ടിക്കാരനും സ്കൂൾ മാനേജറുമായ ചെറിയാച്ചന് കൈക്കൂലിയായി കൊടുത്താണ്. ആ കടം വീട്ടാനായി ഒരു ചിട്ടി കൂടി ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പണം കൃത്യമായി കൊടുക്കാൻ അവൾ ബുദ്ധിമുട്ടുകയാണ്. കാരണം ശമ്പള ദിവസം ഗേറ്റിൽ കാത്തു നിന്ന് ആ പണവുമായി കൊച്ചുകോശി പോകും. കൊച്ചുകോശിയുടെ ഭാര്യ ഏലിയാമ്മ ഭർത്താവുമായി നിരന്തരം വഴക്കിലാണ്. വയസ്സുകാലത്ത് പോലും സ്വസ്ഥതയില്ല എന്നാണ് അവരുടെ പരാതി. അപ്പനെയും അമ്മയെയും രമ്യതയിലാക്കാൻ ബാബു പട്ടാളത്തിൽ നിന്ന് ലീവെടുത്ത് വന്ന് പോകാറുണ്ട്. ഇതിനിടെ മാനേജറുടെ മകൻ ബേബിച്ചൻ ഓമനയെ പലപ്പോഴും കാണാൻ തുടങ്ങി. എവിടെ വെച്ചെന്നോ? അവൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ലീലാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ. കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബേബിച്ചൻ ഇപ്പോൾ അപ്പൻ്റെ കർശന നിയന്ത്രണത്തിൽ ചിട്ടിക്കാര്യങ്ങളൊക്കെ നോക്കി മര്യാദക്കാരനായിട്ട് നടക്കുകയാണ്. ഓമനയെ അവന് താല്പര്യവുമായി. എന്നാൽ ബേബിച്ചനും ഓമനയും തമ്മിലുള്ള വിവാഹം നടക്കാൻ ലീലാമ്മയും ആഗ്രഹിച്ചു. ഓമനയുടെ ചിട്ടി 2-3 തവണ കുടിശ്ശികയായി. ഒരു തവണത്തെ കുടിശ്ശിക തീർക്കാൻ ചെന്ന ഓമനയ്ക്ക് അവൾ അറിയാതെ ബേബിച്ചൻ മുഴുവൻ കുടിശ്ശികയും ചേർത്ത് രശീത് കൊടുത്തു. ചെറിയാച്ചനത് കണ്ടുപിടിച്ചു. ഇക്കാരണത്താൽ അയാൾ ഓമനയെ ആക്ഷേപിക്കുക മാത്രമല്ല, ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത തവണ ലീലാമ്മയുടെ വീട്ടിൽ വച്ച് ഓമന ബേബിച്ചനെ കണ്ടു. ബുദ്ധിമുട്ടിക്കരുത്, തന്നെ ദയവായി ജീവിക്കാൻ അനുവദിക്കൂ എന്നവൾ അയാളോട് പറഞ്ഞു. ഓമനയെ ബുദ്ധിമുട്ടിക്കാതെ നേരായ വഴിയിൽ വിവാഹാലോചന നടത്തി അവളെ സ്വീകരിക്കാൻ ലീലാമ്മ അവനെ ഉപദേശിച്ചു. എന്നാൽ തൻ്റെ അപ്പൻ ഇതിന് സമ്മതിക്കില്ല എന്ന് അവന് നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പനറിയാതെ ചിട്ടിപ്പണത്തിൽ നിന്നും 10,000 രൂപ എടുത്ത് കൊച്ചുകോശിയെ ഏൽപ്പിച്ചു. ആ തുക സ്ത്രീധനമായി കൊടുക്കാമെന്ന് സമ്മതിച്ച് തൻ്റെ അപ്പനുമായി വിവാഹമാലോചിക്കാൻ അവൻ പറഞ്ഞു. പിന്നീട് എന്തു സംഭവിച്ചു? സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളിലൂടെ സിനിമ നീങ്ങുകയാണ്.